വരുന്ന വഴി എല്ലാം ഞാൻ അയാൾ നോക്കി, എങ്ങും കണ്ടില്ല. മേരിയെ കൊണ്ട് സൈക്കിളിൽ പോകുന്നു അയാളാ. നിർത്ത്, നമ്മുടെ സൈക്കിളല്ലേ? മേരി, 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 മേരി. ലോനപ്പ, സോളമാ വാ. മേരി, 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 എന്താണ്ടായേ? മേരി, എന്താ പറ്റിയേ? ഞാൻ മഴയിൽ നിന്ന് വീണതാ. എന്റെ കർത്താവേ, ഭാഗ്യത്തിന് അയാൾ കൊന്നില്ലല്ലോ. ഏതായാലും കഴിഞ്ഞു. എന്റെ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോട് പറയാൻ നിൽക്കണ്ട. കുട്ടി മാനഭംഗത്തിന് ഇരയായെങ്കിലും സോളമൻ കുട്ടി ഉപേക്ഷിക്കില്ല. ഉപേക്ഷിക്കോടാ, ഉപേക്ഷിക്കോടാ, ഉപേക്ഷിക്കോന്ന്. എന്തൊക്കെയാ പറയുന്നത്? ജോസേട്ടനവിടെ? അയാൾ അടുത്ത പെണ്ണ മാനഭംഗപ്പെടുത്താൻ പോയി കാണും. മിണ്ടായിടോ. നീ പറ, എന്താ ഉണ്ടായത്? ജോണിച്ചാന്റെ കണ്ണു വെട്ടിച്ച് ഞങ്ങള് സൈക്കിളിൽ വരുമായിരുന്നു. ചതിച്ചിട്ട് മുങ്ങി നടക്കാണല്ലേ? കൊല്ലുന്നിന് ഞാൻ. ഈ ജോസിനെ തട്ടിക്കൊണ്ടുപോയ ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്ത് ഹൈറ്റ് വരും? നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ ഉദ്ദേശിച്ചാൽ പൊക്കം കുറവാ. അല്ല, ഇനി ജോണിക്കുട്ടി അയച്ച ആളായിരിക്കോ? തോറ്റതിന്റെ പക കാണാതിരിക്കില്ലല്ലോ. ഞങ്ങള് രജിസ്റ്റർ ചെയ്യാൻ പോണ കാര്യം എങ്ങനെയെങ്കിലും ലീക്കായി കാണുമല്ലോ ലോനപ്പ? ഏയ്, കാണോ? എങ്ങനെ അറിയാം? ചിലപ്പോ പറയാൻ പറ്റില്ല, കാണായിരിക്കും. ഏയ് ഇല്ലാതെ കാണോ? അത് ഇച്ഛാനയച്ച ആളൊന്നും അല്ല. ഇത് വേറെന്തോ പ്രശ്നമാണ്. എന്തോ ചതിച്ച കാര്യമൊക്കെ പറയുന്ന കേട്ടോ. അതെന്തെങ്കിലും ആവട്ടെ, പോയത് പോയി. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ വേഗം നിന്ന് കാര്യം നടത്താൻ നോക്ക്. അല്ല, ഞാൻ ആലോചിക്കുമ്പോ എന്ത്, നമ്മളിനി അങ്ങോട്ട് പോയിട്ട് റിസ്ക് എടുക്കണോ? തൽക്കാലം നമുക്കിത് പെൻഡിങ് വെച്ചാലോ? വീട്ടുകാര് വേറെ കല്യാണം ഉറപ്പിച്ചാലും മനസ്സമ്മതം ചോദിക്കുമ്പോ സമ്മതല്ലെന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞ ഒരു കല്യാണവും നടക്കില്ല. നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു നിയമമുള്ളപ്പോ നമ്മൾ എന്തിനാ വെറുതെ? നിന്നെ കൊണ്ടല്ലോ, നിന്നൊക്കെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് എന്നെ വേണം പറയാൻ. അവസരത്തിനൊത്ത് അഭിപ്രായം മാറ്റുന്ന ഒരു പേടിത്തൊണ്ടൻ. നിനക്ക് വേണ്ടി വീട്ടുകാരോട് യുദ്ധം ചെയ്ത ഞാനാ മണ്ടി. ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ വന്നു പോയത് കേട്ടോടാ കുഞ്ഞാടെ. മേരി, അവിടെ പോയി ഒപ്പിട്ട് വെക്കണ്ട മണ്ട. പെണ്ണിന്റെ മനസ്സാ, അത് എപ്പോഴാ മാറുന്നു പറയാൻ പറ്റില്ല. അവള് പോയാലുണ്ടല്ല, അവള് പോയ അവളുടെ വീട് വരെ പോവും. ചെമ്മീൻ ചാടിയ ചട്ടിയോളം. എന്റെ പൊന്ന് ലോനപ്പാ, ആ ജോസേട്ടനുള്ള ധൈര്യത്തില ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. അതിനിടയിൽ ഞാൻ ഇനി രജിസ്റ്റർ ചെയ്തൊന്നും പുറത്തറിഞ്ഞ ആ ജോണിക്കുട്ടിയും വീട്ടുകാരും എല്ലാരും കൂടി എന്റെ ബോഡിയിൽ സകല പാർട്ടിയുടെ പൊതുസമ്മേളനം നടത്തും. തൽക്കാലം ജോസേട്ടനെ തട്ടിക്കൊണ്ടുപോയ കഥ ആരും അറിയണ്ട. ജോസേട്ടന് ടൗണിൽ ജോലി കിട്ടി. എന്നെ ആരെങ്കിലും തൊട്ടാൽ ആള് ടൗണിൽ നിന്ന് വരും. അങ്ങനെ ഒരു കഥ ഇനി പ്രചരിപ്പിക്കാവൂ, അല്ലെങ്കിൽ എന്നെ അറിയാലോ. സോളമൻ. ഇനി അയാൾ തിരിച്ചു വന്നാലോ? എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച്
അയാൾ ഇനി തിരിച്ചു വരില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പറഞ്ഞതുപോലെ നോമ്പ് കഴിഞ്ഞിട്ട് മനസ്സമ്മതവും കല്യാണം. ദാ സോളവൻ എത്തിയല്ലോ. ദേ ജോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നിന്റെ കാര്യമാ. ഇട്ടിച്ചൻ സമ്മതിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് നടത്താനും ഞങ്ങൾ റെഡിയാ. ദേ അപ്പൊ പറഞ്ഞതുപോലെ. ജോസേട്ടന്റെ കല്യാണം ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്താടാ കാര്യം പറ. ജോസ്മോൻ എവിടെ? ജോസേട്ടൻ ഈ സൈക്കിളും എന്റെ തന്നിട്ട് ഞാൻ നോക്കി നിൽക്കിയ ബസ് കയറി ഒളിച്ചോടി പോയി. എന്റെ മാതാവേ, അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. നീ വെറുതെ അമ്മച്ചി വിഷമിപ്പിക്കാതെ. ഇല്ലപ്പാ, ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ഒളിച്ചോടണേന്ന്. അപ്പൊ പറയാ 12ാം വയസ്സിൽ ഒളിച്ചോടിയതല്ലേ, ഇന്നേക്ക് അതിന്റെ 25 വർഷം തികയാന്ന്. ഞാൻ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കിട്ടി ബസ് കയറി ഒറ്റോടിച്ചോട്ടം. എനിക്ക് പിടിക്കാൻ പറ്റില്ല. എന്റെ കർത്താവേ, എന്റെ മോൻ വീണ്ടും ദുർബുദ്ധി കാണിച്ചു. ചുമ്മാ ഇരി. പോയത് പോട്ടെ. ജോസ് അല്ലേ വരുന്നത്? കുരുത്തം കേട്ടവനെ, മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലുണ്ടല്ലോ ഒറ്റ അടി വെച്ചേരും കേട്ടോ. നിന്റെ പെണ്ണുമെല്ലാം പറ്റോടെ? അപ്പോഴും പെണ്ണിന്റെ കാര്യോ ചിന്ത. അവൾക്കൊന്നും പറ്റാതിരുന്നത് എന്റെ ദൈവഭാഗ്യം. സത്യം പറ, ഇനി ഏത് പെണ്ണിനെ നശിപ്പിക്കാനാ ഈ വാഴക്കണ്ണം തൂക്കി പിടിച്ച് നാട്ടിലെത്തിയത്? ഇത്രയൊന്നും കൊലപ്പിച്ചത് പോരെ. ഒരു പെണ്ണിനെ കൊന്നതും അതിന്റെ പേര് ജയിലിൽ കിടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാ സത്യങ്ങളും എന്റെ വീട്ടുകാരെ അറിയിച്ച വിളമ്പി തന്ന കൈകൊണ്ട് തന്നെ അമ്മച്ചി നിങ്ങളെ അടിച്ചറക്കും. അങ്ങനെ ഒരു സീൻ ഒഴിവാക്കി ഇന്ന് രാത്രി ആരും അറിയാതെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാല് പിടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത് പ്ലീസ്. എന്നാടാ അവിടെ നിന്ന് കിന്നാരം പറയുന്നേ? ഒന്നുമില്ലപ്പ, ഒരിക്കലും നമ്മളെ വിട്ട് പോകരുതെന്ന് ഞാൻ ജോസേട്ടനെ കൂടെ സത്യം ചെയ്യിക്കായിരുന്നു. ഇനി ജോസേട്ടൻ പോവുകയില്ല. അയ്യോ, ഇതെന്ത് പറ്റി മോനെ തലയ്ക്ക്? കയ്യിലിരിപ്പിന്റെ കൈവിട്ട കളി. അപ്പൊ സൈക്കിളിൽ നിന്ന് വീണു. സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ? നോമ്പ് കഴിഞ്ഞ ഉടനെ നിന്റെ കല്യാണം. എന്റെ പൊന്നുമോൻ, ഇനി ഞങ്ങളെ ഇട്ട് ചെങ്ങും പോവരുത് കേട്ടോ. അമ്മച്ചി വരുന്നു മോളെ. അമ്മച്ചി അങ്ങനെയൊക്കെ പറയും. ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോണം, അല്ലെങ്കിൽ അറിയാലോ. ഇയാൾക്ക് കർഷക സ്ത്രീ അവാർഡ് കിട്ടാതെ ഭ്രാന്തായി പോയതായിരിക്കും. വാഴ നട്ടും കപ്പ നട്ടും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട. എട്ടും പൊട്ടും തിരിയാത്ത 2 പെൺകുട്ടികളുള്ള വീടാ. ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചു കൊന്ന നിങ്ങള് എന്റെ പെങ്ങന്മാരെയും ഉപദ്രവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? ഒരു ഓല മടല് വീണതാ. അതിന് ഈ പറമ്പിൽ തെങ്ങില്ലല്ലോ. മടല് വീടാൻ തെങ്ങ് വേണമെന്നുണ്ടോ? അറബിക്കടലിൽ മരം ഉണ്ടായിട്ടാണോ മഴ പെയ്യുന്നത്? മിസ്റ്റർ ജോസ്, എനിക്ക് തല്ലുന്നൊരു പുത്തരിയല്ല. ഓർമ്മ വച്ച കാലം തൊട്ട് നല്ല അന്തസ്സായിട്ട് തല്ലുള്ളവനെ ഞാൻ. അതുകൊണ്ട് ആർക്കൊരു തല്ലി തോൽപ്പിക്കാനാവില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഈ രാത്രി എന്നെ വീട് വിട്ടു പോണം. യേശു നല്ലിടയനെ കേൾക്കണ്ടേ നീ, ആശയൊളി ദിശയിൽ വരുന്നു ഞാൻ. അന്ധകാരം ഭയം ആപത്തനർത്ഥങ്ങൾ ലേശം യേശുദാതന്റെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ചേട്ടന് സ്തുതി കൊടുക്കുക. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അയ്യോ, എന്റെ നടുവെട്ടി. എന്റെ മക്കളെ, അയ്യോ, വലിയേട്ടന് സ്തുതി കൊടുത്തില്ല. അതിലും വല്ലാത്ത സ്ഥിതിയില്ല ഞാൻ. മക്കള് മുറി കൂട്ടി കിടന്നോ. ചേട്ടന് ഇനി ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഇത് ലാസ്റ്റ് സപ്പറ.
നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. മനസ്സിലായോ? ആ എന്താ? നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്നാൽ ഈശോയെ ഒട്ടത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ. ആള് പോയെന്ന് തോന്നുന്നു. സമാധാനായിട്ടൊന്നും. ഇന്നലെ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ലേ? പോകാൻ പറഞ്ഞ പൊക്കോളണം. പോയില്ലെങ്കിൽ ഇനി ഞാനൊന്നും നോക്കില്ല. താൻ ആരാണെന്നുള്ള വിവരം എന്റെ അപ്പനോടും അമ്മച്ചോടൊക്കെ വിളിച്ചു പറയാൻ പോവാ. പറയോ നീ? ആ പറയും. പറയോ? ആ പറയും. കൊത്തി കൊത്തി മുതുകത്തേറി കൊത്തിയല്ലേ. ഈ നാട്ടിൽ എന്നെ കുനിച്ചിരുത്തിടിക്കാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. എന്നെ തല്ലിയാലും കൊന്നാലും എല്ലാം ഞാൻ പറയും. എനിക്കെന്റെ പെങ്ങന്മാരുടെ ജീവിതം വലുത്.